എക്സ്പ്ലോർ കേരളയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ളതാണ് ഒരു ട്രിപ്പ് പോകണമെന്ന്. കാര്യം എല്ലാവരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിച്ച് ഇങ്ങനെ മുറിക്കുള്ളിലും വീട്ടിലുള്ളിലൊക്കെ കഴിയണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു യാത്ര പോകാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് ബുള്ളറ്റ് ലഡാക്ക് ട്രിപ്പ് എന്ന് പറയുന്നത്. വളരെ നല്ല രസമാണ് ഈ യാത്രയൊക്കെ, വളരെ രസമാണ്. ഒരുപാട് പേരെ ഈ ബുള്ളറ്റ് മേടിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് തന്നെ ഈ ലഡാക്ക് ട്രിപ്പുകളുടെ ഫോട്ടോസാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഉള്ളൊരു യാത്രയൊക്കെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പൈസയൊക്കെ കൊടുത്തൊരു ബുള്ളറ്റ് ബൈക്ക് മേടിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് 1 കിലോ ഉള്ളി, 1 കിലോ ആപ്പിളും അല്ലെങ്കിൽ വീട്ടിലെ പൂച്ചയ്ക്ക് ഒരിച്ചിരി മീൻ മേടിച്ചാൽ പോലും ഈ മീൻ വെച്ചുകൊണ്ട് വരാനുള്ള ഒരു ഫെസിലിറ്റി പോലും ഇല്ല നമ്മൾ ഈ ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കുന്ന ബൈക്കിൽ. അത് ബൈക്ക് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഒന്നെങ്കിൽ നമ്മൾ വലിയ ബാക്ക് പാക്ക് പുറയിലിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കടിച്ചു പിടിച്ചോ കയ്യെ തൂക്കിയൊക്കെ വരേണ്ടി വരും. അപ്പം അങ്ങനെ നമുക്ക് യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബൈക്കിൽ അത്യാവശ്യം വേണ്ട കുറേ എക്സ്ട്രാ ഫിറ്റിങ്സുകളുണ്ട്. അപ്പോൾ ഈ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ തപ്പി എവിടെ പോകണം, എവിടെ കിട്ടുമെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഗൂഗിൾ എടുക്കുക, അതിനകത്ത് റോയൽ എൻഫീൽഡ് സോൺ ഇസഡോയിൻ ക്ലിക്ക് ചെയ്യും. കണ്ടോ, ഇതാണ് സൈറ്റ്. താണ്ടേ നോക്കിക്കേ, ആക്സറീസ്, സീറ്റ്, ഫ്യൂൽ ടാങ്ക്സ്, ക്രാഷ് ബാർ എന്ന് വേണ്ട, ഹാൻഡിൽ ബാർ, ലൈറ്റ്, മീറ്റർ, എക്സോസ്റ്റ്, മഡ് ഗാർഡ്സ്, നമ്പർ പ്ലേറ്റ്സ്. കേട്ടോ, ഈ സൈഡിൽ മുഴുവൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പോട്ടെ. ഓക്കെ, സീറ്റ് ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടോ, സീറ്റുകളുടെ ഒരു കമനീയ കലവറ തന്നെ എന്ന് പറയാം. കണ്ടോ, താഴോട്ട് കിടക്കുന്നുണ്ടോ. അങ്ങനെ സീറ്റുകൾ, ഇതിൽ കൂടുതലൊരു സീറ്റ് നമുക്ക് ബുള്ളറ്റിന് വെക്കാനില്ല. കാര്യം എല്ലാത്തരം സീറ്റും ഉണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കാത്ത സീറ്റും ഇതിനകത്തുണ്ട്. കണ്ടോ, അതിന് വേണ്ട സ്പ്രിങ്ങും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം സീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഇത്രയാണ് കിടക്കുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒരു സീറ്റ്. അതേപോലെ ഹാൻഡിൽ ബാർ, അതെ, ഏതൊക്കെ ഹാൻഡിൽ ബാർ വേണോ അതെല്ലാം ഇതിനകത്ത് അവൈലബിളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇവിടുത്തെ ലീഗൽ അല്ലാത്ത സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ മേടിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിടിയിൽപ്പെടാതെ പോകുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഹാൻഡിലുകൾ ഇഷ്ടപ്പെട്ട് മേടിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ആ പറയുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യേണ്ടതാണ്. കണ്ടോ, എല്ലാ ടൈപ്പ് ഹാൻഡിലും ഉണ്ട്. കണ്ടോ, എല്ലാ അടിപൊളി സാധനങ്ങളും ഉണ്ട്. പിന്നെ സാരി ഗാർഡ്, കണ്ടോ, സാരി ഗാർഡുകളെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വിൻഷീൽഡ് ഹെൽമെറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. കണ്ടോ എല്ലാ തരം ഇതുണ്ട്. ഈ ഹെൽമെറ്റ് ബോക്സാണ് ഞാൻ ഇവിടെ എൻ്റെ വണ്ടിയെ മേടിച്ച് വെച്ചിരുന്നത്. കണ്ടോ, വളരെ നല്ലൊരു സാധനമാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മഴയൊക്കെ നനയാതൊക്കെ വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് മൊബൈൽ ചാർജറൊക്കെ ഞാൻ ഇതിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊബൈൽ കുത്തി ഇതിനകത്ത് തന്നെ ഇടാൻ പറ്റും. പിന്നെ അത്യാവശ്യം വണ്ടിയുടെ ബുക്കും പേപ്പറുകളും എല്ലാം ഇതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഒരു സപ്പോർട്ടും കൂടാണ്. അടിപൊളി ഒരു സാധനമാണ്. അപ്പം ഈ പറയുന്നൊരു വെബ്സൈറ്റ്, ഇത് ശരിക്കും ഡൽഹിയിലുള്ള ആൾക്കാരാണ്, കരോൾ ബാഗിലുള്ളതാണ്. കണ്ടോ, അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പരും ഒക്കെ ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഇടപാടാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇതിനകത്തുനിന്ന് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. പ്രൈസും എനിക്ക് വലിയ കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഈ പറയുന്ന യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഓർമ്മയിലിരിക്കട്ടെ, റോയൽ എൻഫീൽഡ് സോൺ.com. എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു
സെറ്റ് ഓഫ് സാധനം മാറ്റാൻ ഉദ്ദേശിച്ചാൽ അതുമായി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനമാണ് മാറ്റാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കംപ്ലീറ്റ് അസംബ്ലി ഇവർ തരും. എന്താ പറയുന്നത്, വൈഡ് ഇത്രയും വീതിയുള്ള ടയറൊക്കെ ഇടാൻ വേണമെങ്കിൽ ടയറിൻ്റെ റിമ്മ് തൊട്ട് ടയർ തൊട്ട് ഈ പറയുന്ന ടയർ ഇടാൻ പറ്റിയ ആ ചേസിൻ്റെ പാർട്ട് തൊട്ട് അവരിങ്ങ് തരും. അപ്പോൾ നോർമലി നമ്മൾ ഈ കാണുന്ന ഇൻ്റർനെറ്റിൽ കാണുന്ന ബുള്ളറ്റ് മോഡിഫിക്കേഷൻ എന്നും പറഞ്ഞ് കാണിക്കുന്ന മിക്ക ബൈക്കുകൾ കണ്ടാൽ നമുക്കറിയാം ഇത് മൊത്തം റോയൽ എൻഫീൽഡ് സോൺ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ നിന്നും പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഇതെല്ലാം കൂടെ വെച്ച് മുറുക്കി പെയിൻ്റ് അടിക്കുന്നതാണ് മിക്ക ഈ പറയുന്ന മോഡിഫൈഡ് ബുള്ളറ്റ് എന്നും പറഞ്ഞൊക്കെ നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ. പിന്നെ ഇതിനകത്ത് എന്താ പറയുന്നത്, ഒത്തിരി സാധനങ്ങളുണ്ട് കണ്ടോ. ബൂട്ടുകളെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ബൈക്കുമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ ഒരൊറ്റ സൈറ്റ് മതിയാവും. നമ്മൾ ഈ അവിടെ ഇവിടെ എല്ലാം കയറി ഒത്തിരി തപ്പുന്നതിനേക്കാളും ഒക്കെ വളരെ എളുപ്പത്തിൽ സൈഡ് പാനൽസ് കണ്ടോ, സൈഡ് ബോക്സുകൾ കണ്ടോ, അതിൻ്റെയൊക്കെ പല ഷേപ്പുകൾ. പിന്നെ മഡ്ഗാർഡ് എക്സോസ്റ്റ് മീറ്റർ, എക്സോസ്റ്റൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളുടെ ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അലോ ചെയ്യുന്ന സാധനങ്ങളല്ല. അപ്പം അതെപ്പോഴും മനസ്സിൽ വേണം. ആഗ്രഹിച്ച് ഇത്രയൊക്കെ വില കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് ബൈക്കിൽ വെക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് മേടിച്ച് കഴിഞ്ഞുണ്ടാകുന്നതിനേക്കാളും നല്ലത് മേടിക്കുന്നതിന് മുമ്പാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ ഈ ഒരു സൈലൻസർ കണ്ടോ, നമ്മുടെ ടെർമിനേറ്റ് ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെർമിനേറ്ററിൻ്റെ ഒക്കെ കയ്യിലിരിക്കുന്ന തോക്ക് പോലെയൊക്കെ ഇരിക്കുന്നു. ദൈവമേ, പിന്നെ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ മറ്റേ ലഡാക്ക് ക്യാബൊക്കെ ഇവിടെ ആണെന്ന് നോക്കട്ടെ. കണ്ടോ, ടൂറിങ് കിറ്റ്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്, ടൂറിങ് കിറ്റ്സ്. അതിനകത്ത് കയറുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ യാത്ര പോകാൻ ഉള്ള ആളുകൾക്ക് വേണ്ട ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. എന്താ പറഞ്ഞാൽ, പഞ്ചർ ഉണ്ടാവുകയാണെങ്കിൽ ടയർ ഒട്ടിക്കാനുള്ള സീലർ തൊട്ട് മാസ്കുകൾ തൊട്ട് ഗ്ലൗസുകൾ തൊട്ട് പിന്നെ ഹാങ്ങിങ് ടൈപ്പ് ബാഗ്, നമുക്ക് സീറ്റിൻ്റെ 2 സൈഡിലോട്ട് ഹാങ് ചെയ്തിടാനുള്ള ബാഗുകൾ, പിന്നെ റെയിൻ കവറ്, പിന്നെ ഫുഡ് പമ്പ് എന്ന് വേണ്ട എല്ലാ സാധനവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാത്ര പോകാൻ താല്പര്യമുള്ളവർക്ക് ബുള്ളറ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ റോയൽ എൻഫീൽഡ് സോൺ എടുക്കുക. ടൂറിങ് കിറ്റ്സ് എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്, ടൂറിങ് കിറ്റ്സ്, അതായത് വിൻറ്റേജ് പാർട്സിൻ്റെ തൊട്ട് താഴെ. ഓക്കെ, അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വളരെ മനോഹരമായിട്ട് താഴോട്ട് ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു എൻക്വയറി ഫോം ഉണ്ട്. ആ എൻക്വയറി ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ഇമെയിലായിട്ടാണ് പോകുന്നത്. ആദ്യം നമുക്ക് ഇതിനകത്ത് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട. എന്നിട്ട് അവർ ആ ഇമെയിലിന് റിപ്ലൈ തരും, ഇന്ന സാധനങ്ങൾക്ക് ഇന്ന പ്രൈസാണ്. പിന്നെ അവരുടെ ചില ചോദ്യങ്ങളൊക്കെ വരും, നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈക്ക് ഏത് മോഡലാണ്, അങ്ങനെ അതിനെല്ലാം കറക്റ്റ് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റ് പ്രൈസും പിന്നെ അതിൻ്റെ ഈ പറയുന്ന പാഴ്സൽ ചാർജ് ഉൾപ്പെടെ പറയും. അത് നമ്മൾ ജസ്റ്റ് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ സേഫായിട്ട് തന്നെ ഇവിടെ കൊറിയറായിട്ട് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഒരു ഷോർട്ട് ബ്രേക്ക്.